ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും കേരള പിറവി ദിന ആശംസകൾ നേരുന്നു. ഇന്ന് കേരള പിറവി ദിനമാണ്. നമ്മൾ രാവിലെ എല്ലാവരും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഓഫീസിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. ട്രെയിൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനിവിടെ എത്തിയപ്പോൾ ഇവരൊന്ന് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി വന്നുകൊണ്ട് രണ്ടുപേരും ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്റ്റാറ്റസ് ഇടുന്ന തിരക്കിലാണ്. അങ്ങനെ ട്രെയിൻ എത്താറായിട്ടുണ്ട്. അപ്പം നമ്മൾ ബാഗൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ചിറയൻകീഴാണ് നമ്മുടെ സ്ഥലം. അങ്ങനെ ട്രെയിൻ ചിറയൻകീഴ് എത്തി. തമ്പാനൂർ തൈക്കാടാണ് നമ്മുടെ ഓഫീസ്. അപ്പൊ നമുക്ക് എളുപ്പത്തിന് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ് കയറുന്നത്. നേരെ തമ്പാനൂർ ഇറങ്ങി നടക്കുന്നതിനേക്കാളും എളുപ്പം നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ തൈക്കാട് പാലത്തിന്റെ അടിയിൽ കൂടെ ഓഫീസിലേക്ക് എത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ് കയറുന്നത്. ഞങ്ങൾ മൂന്നുപേരും ട്രെയിനിലൊക്കെ കയറി ട്രെയിൻ എടുത്തു. ട്രെയിനിൽ ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സീറ്റിലും ആളുണ്ടായിരുന്നു. നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തമ്പാനൂർ എത്തുന്നത് വരെ അങ്ങനെ സീറ്റൊന്നും കിട്ടാറില്ല. നിന്ന് തന്നെയാണ് നമ്മൾ പോകുന്നത്. ചില ദിവസങ്ങളിൽ മാത്രം കഴക്കൂട്ടത്ത് എത്തുമ്പോൾ ചിലപ്പോൾ സീറ്റ് കിട്ടും. ഇന്നും അതുപോലെ തന്നെ നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. തമ്പാനൂർ എത്തുന്ന വരെ നമ്മൾ നിന്ന് തന്നെയാണ് പോയത്. കഴക്കൂട്ടത്തൊന്നും അങ്ങനെ അധികം ആളുകളൊന്നും ഇറങ്ങിയതുമില്ല. അതുകൊണ്ട് നമുക്കിന്ന് അങ്ങനെ സീറ്റൊന്നും കിട്ടിയില്ല. ട്രെയിനിലായതുകൊണ്ട് നമ്മൾ ചിറയൻകീഴിന്ന് തമ്പാനൂർ അരമണിക്കൂർ കൊണ്ട് എത്തുവേ. ബസ്സിലാണെങ്കിൽ നമുക്ക് 1.5-2 മണിക്കൂർ യാത്രയാണ്. നല്ല ക്ഷീണവുമായിരിക്കും. ട്രെയിനിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് അങ്ങനെ ക്ഷീണമൊന്നുമില്ല. പെട്ടെന്ന് എത്തുകയും ചെയ്യും. തമ്പാനൂർ എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് നടന്ന് ഓഫീസിലേക്ക് പോകണം. തൈക്കാടാണ് നമ്മുടെ ഓഫീസ്. ഇന്ന് നമ്മൾ ലേറ്റ് ആവാതെ നേരത്തെ തന്നെയാണ് എത്തിയത്. അതുകൊണ്ട് സമാധാനമായിട്ട് നടന്ന് ഓഫീസിലേക്ക് പോവാം. ഇന്ന് കേരളപ്പിറവി ആയതുകൊണ്ട് ഒത്തിരി പേരെ സെറ്റ് സാരി കൊടുത്ത് കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചേ. പക്ഷെ ഇന്ന് ട്രെയിനിലാണെങ്കിലും ആരെയും അങ്ങനെ കണ്ടില്ല. നമ്മൾ കുറച്ചുപേര് മാത്രമാണ് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് വന്നത്. എല്ലാവരും നോർമൽ വേഷമൊക്കെ തന്നെ ആയിരുന്നേ. അതെന്താ എന്ന് അങ്ങനെയൊന്നും അറിയില്ല. സാധാരണ ഇങ്ങനെയുള്ള ദിവസങ്ങൾ എല്ലാവരും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് പോകുന്നത് പതിവായിട്ട് നമ്മൾ കാണാറുള്ളതാണല്ലോ. ഇത് ചിറയൻകീഴ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴും ആരെയും അങ്ങനെ സെറ്റ് സാരിയൊന്നും എടുത്ത് കണ്ടതേ ഇല്ല. നമ്മുടെ ഓഫീസിൽ ഞാനും ചേച്ചിമാരും ഞങ്ങൾ എല്ലാവരും സെറ്റ് സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി നല്ല ഹാപ്പി ആയിട്ട് ഓഫീസിലെത്തിയേ. അഖില ഇന്ന് നമ്മൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സാരി ഉടുത്തുകൊണ്ട് വന്നേ. അവൾ ഇന്നലെ വരെ ഞാൻ ഉടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. കാരണം സാരി ഉടുത്തു കൊടുക്കാൻ അവൾക്ക് ആരുമില്ല. അവസാന നിമിഷം അവളെല്ലാം സെറ്റാക്കി അവളും ഉടുത്തോണ്ട് വന്നു. അത് നമുക്ക് ഒരുപാട് സന്തോഷമായി. അടിപൊളിയായിരുന്നു അവളെയും കാണാൻ. എല്ലാവരും ഇന്ന് ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നു. കേരള പിറവി ദിനം അല്ലാതെ ഇന്ന് വേറൊരു വിശേഷം കൂടി നമുക്ക് ഓഫീസിലുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അത് ആതിര ചേച്ചിയും വന്നിട്ടുണ്ട്. ചേച്ചി നല്ല ഒരുങ്ങി പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ട് വന്നു. ചേച്ചി എത്തിക്കഴിഞ്ഞ അപ്പോൾ തന്നെ ആര്യ ചേച്ചിയും എത്തിയേ. ചേച്ചി ഇന്ന് ഹാഫ് സാരിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളി സുന്ദരിയായിട്ടാണ് കേട്ടോ വന്നത്. ആര്യ ചേച്ചി നമുക്ക് തലയിൽ വെക്കാൻ പൂവൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. എനിക്കും ആർദ്രയ്ക്കും അഖിലേക്കും പൂ വാങ്ങിക്കൊണ്ട് വന്നു. ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഫാൻസി പോയിട്ടുണ്ടായിരുന്നേ. ഇന്ന് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെ ഇടാനുള്ള വളയും മാലയും കമ്മലൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. ആ സമയത്ത് നമ്മൾ പൂവിന്റെ റേറ്റ് കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല റേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയില്ല. നല്ല റേറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഓഫീസിന്റെ അടുത്തുനിന്ന് വാങ്ങിയില്ല. ആര്യ ചേച്ചിയുടെ കയ്യിൽ തന്നെ പൂ വാങ്ങാനായിട്ട് ഏൽപ്പിച്ച്. അങ്ങനെ ചേച്ചി തന്നെയാണ് നമുക്ക് വാങ്ങിക്കൊണ്ട് വന്നത്. ചേച്ചി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ നിങ്ങൾക്ക് പൂ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. അപ്പോൾ എനിക്കും ആർദ്രയ്ക്ക് നിർബന്ധമായിരുന്നു വീട്ടിൽ നിന്നേ പൂവൊക്കെ വെച്ച് ഒരുങ്ങി വരണമെന്ന്. പിന്നെ ആ ആഗ്രഹം നടക്കാത്തത് കൊണ്ട് അവസാനം പിന്നെ ചേച്ചിയുടെ അടുത്ത് തന്നെ പറഞ്ഞു. അങ്ങനെ ചേച്ചി തന്നെ നമുക്ക് പൂ വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഇതിപ്പോൾ 1 മുഴം 80 രൂപയാണ്. ഇത് പിന്നെ ലാഭമാണ്. മറ്റേതെന്ന് വെച്ചാൽ ഒട്ടുമില്ല. നമുക്ക് ഭയങ്കര നഷ്ടമാണ്. കുറച്ചേ ഉള്ളൂ. എന്നാൽ 100 രൂപ റേറ്റും കൂടുതലാണ്. പിന്നെ ഞങ്ങൾ 3 പേരും പൂ വയ്ക്കലായി. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. നമ്മുടെ ഈ ഓഫീസിൽ ഇന്നത്തെ ഈ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് സന്തോഷിച്ചു. നമ്മളെല്ലാവരും പ്ലാൻ ചെയ്ത് ഒരേപോലെ സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് പൂവൊക്കെ വെച്ച് ഒരുങ്ങി സന്തോഷമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. അതിനേക്കാൾ വലിയൊരു സന്തോഷം ഇന്ന് ഓഫീസിൽ ഒരു വിശേഷമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഞാനാണെങ്കിൽ ഏത് ഡ്രസ്സ് ഇട്ടാലും ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കുറച്ച് മുടി എടുക്കും, ബാക്കിൽ ഒരു ക്ലിപ്പ് ചെയ്ത് വെക്കും. ഇതാണ് എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ. അപ്പം ഞാൻ പൂവും പെട്ടെന്ന് വെച്ചു. ഞാൻ പൂവൊക്കെ വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആർദ്രയ്ക്കും അഖിലേക്കും 2 പേർക്കും പൂ വെച്ച് കൊടുത്തേ. നല്ല രസമുണ്ടല്ലേ ആർദ്രയ്ക്ക് ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പൂ വെച്ചപ്പോൾ. അഖിലേക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നേ ഇങ്ങനെ പൂ വെച്ചപ്പോൾ. 2 പേരെയും കാണാൻ നല്ല ഭംഗിയായിരുന്നു. പൂവെല്ലാം വെച്ച് കഴിഞ്ഞു. അങ്ങനെ അവർ 2 പേരും പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. രാവിലെ എല്ലാവരും അവരുടെ വർക്കുകളൊക്കെ തുടങ്ങിയതാ ഒരാൾ ഇവിടെ നിന്ന് കാണിക്കുന്നത് ഉണ്ട്. എല്ലാവരും അവരവരുടെ പണികൾ ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമുക്കൊരു വിശേഷം ഉണ്ടെന്ന് ഓഫീസിൽ. ഇന്ന് നമ്മൾ ഈ ജോലി ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ നമ്മളെ ഈ ഓഫീസിന്റെ 18th ആനിവേഴ്സറി ആണ്. അപ്പൊ അത് പ്രമാണിച്ച് ഇന്ന് എല്ലാവരും ഒത്തുചേർന്ന് ഇന്ന് കേക്ക് കട്ട് ചെയ്യലൊക്കെ ഉണ്ട്. ഇവർ 2 പേരും സീരിയസ് ആയിട്ട് ഈ ഡിസ്കഷൻ നടത്തുന്നത് കേക്ക് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. താഴെ റിസപ്ഷന്റെ ഹാളിൽ വെച്ചിട്ടാണോ അതേ മുകളിൽ നമുക്കൊരു ഹാളുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണോ കേക്ക് കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഡിസ്കഷനാണ് 2 പേരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് വേഷം ഇട്ടാലും
ഇട്ടാലും സെറ്റ് മുണ്ട് ഉടുക്കുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ. സെറ്റ് മുണ്ടും എത്ര ഉടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് മടുക്കാത്തൊരു വേഷമാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു വേഷം തന്നെയാണ്. അത് ഉടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കും. ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. നമ്മളെല്ലാവരും ഒരുങ്ങി ട്രെയിനിലൊക്കെ കയറി വന്നപ്പോൾ എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞു. പിന്നെ ആര്യ ചേച്ചി വന്നപ്പോഴത്തേക്കും മുടിയൊക്കെ ജസ്റ്റ് എല്ലാം വണ്ടിയിലല്ലേ വന്നത്, അപ്പോൾ എല്ലാം അഴിഞ്ഞൊക്കെ ഇരുന്നു. പിന്നെ നമ്മൾ ചേച്ചി മുടിയെല്ലാം അടിപൊളിയായിട്ടൊക്കെ കെട്ടി പൂവൊക്കെ വെച്ചുകൊണ്ട് ചേച്ചി സുന്ദരിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഒരു 11:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ താഴെ പോയി. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓഫീസിന്റെ 18th ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഒരുമിച്ച് താഴെ പോയി. കേരളം പിറന്ന ഈ ഒരു ദിവസം തന്നെയാണ് നമ്മുടെ ഓഫീസിന്റെ ആനിവേഴ്സറി എന്ന് ചേച്ചിമാർ നേരത്തെ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് വന്നൊരു സ്ഥാപനമാണ്. ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയതും അതിലൊരു അംഗമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവരൊക്കെ നമ്മുടെ ചേച്ചിമാരാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് സാർമാരൊക്കെ സംസാരിച്ചു. ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫുകളും കേക്ക് കട്ട് ചെയ്യാനായിട്ട് താഴെ വന്നിട്ടുണ്ടായിരുന്നേ. 2002 ഗവൺമെന്റ് നിർബന്ധമായിട്ടും എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഭരണഭാഷ നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ കേരളപ്പിറവി ദിവസത്തിൽ നമ്മളെല്ലാവരും ഭരണഭാഷ ചൊല്ലി. സാർ നമുക്ക് ചൊല്ലിത്തന്നു. നമ്മളെല്ലാവരും അത് ഏറ്റുചൊല്ലി. ഭരണനിർവഹണത്തിൽ മലയാളത്തിന്റെ ഉപയോഗം സാർവത്രികമാക്കുന്നതിന് എന്റെ കഴിവുകൾ ഞാൻ വിനിയോഗിക്കും. ഭരണഭാഷയെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഓഫീസിന്റെ തുടക്കം തൊട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള കുറച്ച് കാലങ്ങൾക്ക് ശേഷം ജോലിക്ക് വന്ന് ഇന്നും ജോലിയിൽ അവിടെ തുടരുന്ന അത്രയും സീനിയർ ആയിട്ടുള്ള ചേച്ചിമാരെല്ലാവരും ചേർന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ സീറ്റിലേക്ക് വന്നു. ആര്യ ചേച്ചി വീട്ടിൽ നിന്ന് കുക്കുംബർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ എല്ലാവരും കൂടി കുറച്ച് കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. ഇത് വീട്ടിലുണ്ടായ നാടൻ കുക്കുംബറാണ്. ഇത് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അതുമല്ല അതിന്റെ കളർ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല ബ്രൗൺ കളറായിരുന്നു ഇതിന്റെ തൊലി. പിന്നെ ഞങ്ങൾ എല്ലാവരും കുക്കുംബറൊക്കെ കട്ട് ചെയ്തു. ഞങ്ങളും കഴിച്ചു. ചേച്ചിമാർക്കൊക്കെ കൊടുത്തു. ഇത് സിന്ധു ചേച്ചിയും സ്മിത ചേച്ചിയാണ്. രണ്ടുപേരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മളോടൊക്കെ ചേച്ചിമാർക്ക് നല്ല സ്നേഹമാണ്. ആർദ്രയുടെ വെഡിങ് ആൽബം കിട്ടി. അപ്പൊ അവൾ ഇന്ന് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നായിരുന്നു. വലിയ ആൽബം ഉണ്ട്, ചെറിയ ആൽബം ഉണ്ട്. അപ്പൊ നമുക്ക് കാണാനായിട്ട് ചെറിയ ആൽബമാണ് കൊണ്ടുവന്നത്. പിന്നെ അനുപമ ചേച്ചി കണ്ടപ്പോൾ തന്നെ നോക്കട്ടെടി എന്നും പറഞ്ഞ് വാങ്ങി. ആള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ആൽബം കണ്ടപ്പോൾ എനിക്കൊന്ന് കല്യാണത്തിന് പോയത് നമ്മളെല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഇവിടെ വന്നതിന് ശേഷം, ഓഫീസിൽ വന്നതിന് ശേഷമാണ് ആളിൻ്റെ കല്യാണം ഉറപ്പിക്കുന്നത്, എൻഗേജ്മെൻറ്റ് നടക്കുന്നത്, പിന്നെ കല്യാണ ഒരുക്കങ്ങളും. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണ ഡേറ്റ് അടുക്കുന്നതനുസരിച്ച് നമ്മൾ ഓഫീസിൽ എല്ലാവരും കല്യാണമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എല്ലാവരും നമ്മുടെ സെക്ഷനിൽ വരുമ്പോൾ ഒരു കല്യാണ വീട്ടിൽ വരുന്ന പോലെയാണ്. ഇപ്പോൾ വന്നാലും കല്യാണ പെണ്ണെവിടെ എന്നൊക്കെ തിരക്കുമായിരുന്നു. അതൊക്കെ ഒരു അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു. നമ്മൾ കല്യാണ തിരക്കായി. ആർദ്ര ലീവ് എടുക്കുന്നതെല്ലാം കല്യാണ തിരക്കുകൾക്കായി. അപ്പോൾ കൂടുതലും ഒരു കല്യാണ വൈബ് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. അതൊക്കെ നല്ലൊരു മെമ്മറിയാണ്. ഞാൻ ഈ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഫോട്ടോസാണ്. ഇതാണ് നമ്മളെ ഫോട്ടോ. ഞങ്ങളന്ന് കല്യാണത്തിന് പോയത് ഞാനും ആതിര ചേച്ചിയും ആര്യ ചേച്ചിയും അഖില് എൻ്റെ അമ്മയും എല്ലാവരും കൂടി പോയ ഫോട്ടോയാണ് ഇത്. ആൽബം ഒക്കെ നോക്കിയിരുന്നപ്പോഴേക്കും കേക്ക് എത്തി. ഇന്ന് വാർഷികമായതുകൊണ്ട് കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാ സെക്ഷനിലും കേക്ക് കൊണ്ടുവരും. അങ്ങനെ നമ്മളെ സെക്ഷനിലും കേക്ക് കൊണ്ടുവന്നു. താങ്ക്സ് എടാ. കിട്ടി. ഇനി രാഗി ചേച്ചി കിട്ടി. താഴ്ന്ന് കട്ട് ചെയ്ത കേക്ക് നമ്മൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും സെക്ഷനിൽ ഇതുപോലെ കേക്ക് കൊണ്ട് തരും. അപ്പോൾ നമുക്കും കേക്കൊക്കെ കൊണ്ട് തന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഇനി കേക്ക് കഴിക്കുകയാണ്. കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും കേക്കൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ കേക്കായിരുന്നേ. കാരമൽ കേക്കായിരുന്നേ. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. ആർദ്ര കേക്ക് കുറച്ചേ കഴിച്ചോളെ. അവൾക്ക് മധുരം അങ്ങനെ അത്ര ഇഷ്ടമല്ല. പിന്നെ ബാക്കിയൊക്കെ നമ്മളാണ് കഴിച്ചത്. കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. കേക്ക് കഴിച്ച് എല്ലാവർക്കും മത്തായി. എനിക്കങ്ങനെ മത്തൊന്നും ആയില്ല കേട്ടോ. എനിക്ക് കേക്കൊക്കെ നല്ല ഇഷ്ടമാണ്. എല്ലാവരും കേക്ക് കഴിച്ച് മത്തായോണ്ട് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാനേ തോന്നുന്നില്ലായിരുന്നു. രാഗി ചേച്ചിക്കൊക്കെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നേ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ചേച്ചിയുടെ അടുത്ത് കഴിക്കാൻ പറഞ്ഞതാണ്. ചേച്ചിയൊക്കെ നല്ല വർക്കിന്റെ തിരക്കായിട്ടൊക്കെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ആതിര ചേച്ചിക്കും അങ്ങനെ തന്നെയായിരുന്നു. ചേച്ചിയൊക്കെ പിന്നീടാണ് വന്ന് കഴിച്ചത്. ഇവിടെ സെക്ഷനിൽ കേക്കൊക്കെ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ അനുപമ ചേച്ചിയൊന്നും ഇല്ലായിരുന്നു. ചേച്ചിയൊക്കെ വർക്കിന്റെ തിരക്കിന് എന്തോ പോയിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ചേച്ചിക്ക് കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചു. ഞാനെന്താ ഇവിടെ ഇരുന്ന് കേക്ക് കഴിക്കുകയാണ്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കേക്കൊക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനുപമ ചേച്ചി വന്നേ. ചേച്ചി വന്ന സമയത്ത് നമ്മൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, അയ്യോ ചേച്ചിക്ക്
ചേച്ചിക്ക് കേക്ക് വാങ്ങിച്ചേക്കാൻ മറന്നുപോയല്ലോ, ബാക്കി എല്ലാവർക്കും വാങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചിനെ പറ്റിക്കുകയൊക്കെ ചെയ്തേ. പക്ഷെ ആളെ വിശ്വസിച്ചില്ല, ആൾക്കറിയായിരുന്നു നമ്മൾ വാങ്ങി വെക്കുമെന്ന്. നമ്മൾ ചുമ്മാ ചേച്ചിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കേക്ക് വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ച ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് ഇന്ന് എല്ലാവരും ഒരുങ്ങിയൊക്കെ വന്നതല്ലേ. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് നമ്മൾ ഓഫീസിൻ്റെ സൈഡിലത്തെ സ്ഥലമാണ് ഇത്, ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാണ്. ചേച്ചി വന്നപ്പോൾ കയ്യിൽ എന്തോ ഫയലോ കാര്യം എന്തോ ഉണ്ടായിരുന്നു, അതവിടെ വെച്ച് മറന്നിട്ട് പോയി. അങ്ങനെ അതെടുക്കാനായിട്ട് ചേച്ചി തിരിച്ചു വന്നതാണ്. ആരുടെ ഫോട്ടോസൊക്കെ എടുത്ത് ചേച്ചിമാരുടെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ തിരക്കായതുകൊണ്ട് ചേച്ചി പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ 3 പേരുടെയും കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ നേരെ തിരിച്ചു വന്നു, പോയി ഫുഡെല്ലാം കഴിച്ചു. എല്ലാവരും സീറ്റിൽ വന്ന് കുറച്ച് നേരം വർക്കൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ വൈകിട്ടായി, എല്ലാവരും എന്താ പോകാനുള്ള സമയമായി ഗൈസ്. ഇന്നത്തെ ദിവസം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. ബാഗൊക്കെ എടുത്ത് വീട്ടിൽ പോകാനായിട്ട് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.